ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ പുതിയതായിട്ടൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടി ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ. പിന്നെ ആരും കമൻ്റ് ഒന്നും ഇടാറില്ല, അപ്പോൾ ഒന്ന് കമൻ്റൊക്കെ ഒന്ന് ഇട്ടേക്കണേ. കമൻ്റ് ഒന്നാണെങ്കിലും അത് വായിക്കാനും അതിന് റിപ്ലൈ തരാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കമൻ്റ് ഇടാൻ പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ രാവിലെ അങ്ങനെ ചായ കുടിക്കുന്നുണ്ട്. രാവിലെ ചായക്ക് പത്തിരിയും ചിക്കനും ആയിരുന്നു. പിന്നെ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അരുന്തേട്ടനും കൂടെ വന്നായിരുന്നു വീട്ടിൽ. അപ്പോൾ അന്നത്തെ ദിവസത്തെ ഒരു വീഡിയോ ആണ്. അപ്പം നമ്മൾ അന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും ചിക്കനും ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളിയും എല്ലാം അരിയുന്ന തിരക്കിലാണ് കേട്ടോ. അമ്മയ്ക്ക് കുറച്ച് തയ്ക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ ആ പണിയിലായിരുന്നു. പെരുന്നാളിൻ്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അമ്മയ്ക്ക് അടിക്കാൻ. അപ്പം അമ്മ ആ പണിയിലായിരുന്നു. അപ്പം നമ്മൾ നെയ്ച്ചോറും കറിയും ഒക്കെ ആക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ പണിയെടുക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ച് വെക്കുന്നുണ്ട്. സവാളയും പിന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചിക്കനിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് ചെറുള്ളി ഒക്കെ ഒന്ന് നന്നാക്കി വെക്കുന്നുണ്ട്. അതൊക്കെ നേരത്തെ അങ്ങ് ആക്കി വെച്ചാൽ ഉണ്ടാക്കാനും സുഖമായിരിക്കും. അതുകൊണ്ട് തന്നെ അതൊക്കെ അങ്ങ് ആക്കി വെക്കുന്നുണ്ട്. അതിനിടയിൽ വർത്താനം പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കമൻറ്റ് ഇടാൻ മറക്കരുത്. കമൻറ്റ് ഒന്നാണെങ്കിലും എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ആരെങ്കിലുമൊക്കെ ഇടുള്ളൂ. പക്ഷെ അതൊക്കെ വായിക്കാനും അതുപോലെ തന്നെ അതിന് റിപ്ലൈ തരാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്തെങ്കിലും കമൻറ്റ് ഇടാൻ പറയുന്നത്. അപ്പോൾ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പം പൊതുവേ ഞാനിവിടെ വരുമ്പോൾ വലിയ പണിയെടുക്കാറില്ല. പക്ഷെ ഇന്നിപ്പോൾ ഇങ്ങനെ നെയ്ച്ചോറൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഉള്ളിയൊക്കെ അവിടെ ആക്കി വെച്ചിട്ട് എല്ലാം തൊലിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ സവാളയും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഞാൻ നേരത്തെ തന്നെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാള വറുത്തെടുക്കുന്നതിലോട്ട് ഉപ്പും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ ആക്കി കൊടുത്തിട്ട് അങ്ങനെ വറുത്തെടുക്കാൻ. അങ്ങനെ വറുക്കുമ്പോൾ അത് നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വറുത്തെടുക്കുന്നത്. അതിനിടയിൽ അമ്മ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും അറിയുന്നില്ല. ഞാനൊരു എന്തെങ്കിലും മീൻസ് കുപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല, അതിന്മേലൊക്കെ ഫോണങ്ങ് ചാരി വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി അതൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ അവിടെ പാത്രങ്ങളൊക്കെ വെച്ചപ്പോൾ ഞാൻ പറയുമായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അവിടെ വെക്കല്ലേ എന്ന് പറയുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അടുപ്പിൽ തന്നെയാണ് കേട്ടോ നമ്മൾ നെയ്ച്ചോറാക്കുന്നത്. കാരണം ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട്. അപ്പം ഞാൻ സവാള അവിടെ ഇതാക്കി വെച്ചിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ അതിലോട്ട് ക്യാരറ്റ് ഉണ്ടല്ലോ ക്യാരറ്റും കൂടി ആ എണ്ണയിൽ തന്നെ ഇതാക്കിയിട്ട് ഒന്ന് വറുത്ത് കോരിയിട്ട് ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ വെള്ളം ഞാനവിടെ അളന്ന് വെച്ചായിരുന്നു അത് എടുത്ത് ഒഴിക്കുന്നുണ്ട്. തിളച്ച വെള്ളമായതുകൊണ്ട് ഒഴിക്കുമ്പോൾ കൈയൊക്കെ പൊള്ളി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അത് പോരായിരുന്നു, 2 പാത്രം വെള്ളം വേണമായിരുന്നു. അപ്പോൾ പിന്നെ വെള്ളം എടുത്തിട്ട് അങ്ങനെ ഒഴിക്കുന്നുണ്ട്. പാത്രത്തിൽ ആദ്യമേ നമ്മൾ ചൂടാക്കി വെച്ച വെള്ളമാണ്. അപ്പോൾ അതങ്ങനെ എടുത്തിട്ട് അതിലോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പം ഞാനിതാണ് സവാള വറുത്ത് വെച്ചതും കശുവണ്ടിയും പിന്നെ മുന്തിരിയും ഒക്കെ ഇട്ടാ ചോറാക്കി കൊടുക്കുന്നുണ്ട്. അരിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് വേവാനുള്ള സമയത്ത് നമുക്ക് വേറെ പണിയൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. ദേവൂട്ടിയൊക്കെ ഉണ്ട്. അതിനിടയിൽ ഞാൻ ഒരുപാട് പണിക്ക് പോകുന്നുണ്ട്. എല്ലാം കൂടി ഒന്നും നമുക്ക് വീഡിയോയിൽ എനിക്ക് അങ്ങനെ എടുക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും ക്യാമറ പിടിച്ച് നടക്കാൻ കഴിയില്ല, അതാണ്. അതിനിടയിൽ പിന്നെ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായക്ക് അരുന്തേട്ടൻ കൊണ്ടുവന്ന കേക്കും പിന്നെ മറ്റേതുണ്ടല്ലോ കൊള്ളി വറുത്തത് അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് അച്ഛൻ വന്നായിരുന്നു. അച്ഛൻ വന്നാൽ പിന്നെ ദേവൂട്ടിക്ക് പോയിട്ട് കവറിൽ എന്താ നോക്കിയിട്ട് അതൊക്കെ എടുത്ത് പിടിക്കണം. അപ്പം അന്ന് ഐസ്ക്രീം കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു, അതാണ് പോയി എടുക്കുന്നത്. അതൊക്കെ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായത് നേരത്താണ് കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത്. നെയ്ച്ചോറും കറിയും ചിക്കൻ കടായും പിന്നെ അച്ചാറും തൈരും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അരുന്തേട്ടൻ എല്ലാവർക്കും ചോറ് വിളമ്പുന്നുണ്ട്. വിളമ്പുന്നത് ഞാനൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. ദേവൂട്ടി അപ്പുറത്തിരുന്നിട്ട് TV കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഏറെ അരുന്തേട്ടൻ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ നെയ്ച്ചോറോ
ചിക്കനൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ. ഇതെൻ്റെ വീടാണ്, എൻ്റെ വീട്ടിലോട്ട് വന്നതാണ്. ഞാൻ വരുമ്പോൾ പിന്നെ കുറച്ച് ദിവസം നിന്നിട്ടേ പോവുള്ളൂ, കാരണം അവിടെ അരുന്തേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ പിന്നെ കുറച്ച് ദിവസം അങ്ങനെ നിൽക്കും. കാരണം പിന്നെ ദേവുട്ടിയൊക്കെ വലുതായി സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വരാനും ഒത്തിരി ദിവസം നിൽക്കാനും ഒന്നിനും കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ വരുമ്പോൾ പിന്നെ കുറച്ച് ദിവസം നിന്നിട്ടൊക്കെ തന്നെ ആയിട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 3 മണി 3:30 ആയപ്പോൾ ഞങ്ങൾ കൊണ്ടോട്ടി പോവാണ്. അപ്പോൾ കൊണ്ടോട്ടി എന്തിനാണ് പോകുന്നത് വെച്ചാൽ അരുന്തേട്ടന് പല്ല് പറിച്ചായിരുന്നു. അപ്പോൾ അതിന് എന്താ പറയുക, സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇത് ആൽപ്പറമ്പിൽ തന്നെയുള്ളൊരു പാടാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ഭംഗി. അപ്പോൾ അവിടെ നിന്നിട്ടൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ സ്റ്റിച്ച് എടുക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് പോയതുകൊണ്ട് ഡോക്ടർ പോയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഉച്ചവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ പിന്നെ അവിടുന്ന് പോന്നിട്ട് കൊണ്ടോട്ടി മുഴുവനും ഒന്ന് പോയി, എല്ലാ കടയിലും പോയി. എനിക്ക് ചെരുപ്പ് വേണമായിരുന്നു. അപ്പോൾ ചെരുപ്പ് നോക്കിയിട്ട് ഒരുപാട് പോയി. പക്ഷേ എനിക്ക് അവിടുന്ന് ചെരുപ്പൊന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാ കടയിലും പോയി നോക്കി, ഒന്നും കിട്ടാതായപ്പോൾ തിരിച്ച് പോന്ന് അൺലിമിറ്റഡിലൊന്ന് കയറിയായിരുന്നു. അൺലിമിറ്റഡിൽ പോയി നോക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ അൺലിമിറ്റഡ്, മാക്സ്, ട്രെൻഡ്സ് ഇങ്ങനത്തെ കടകളൊക്കെ ഉണ്ടല്ലോ, സ്റ്റുഡിയോ അങ്ങനത്തേലൊക്കെ പോകാനും അവിടുത്തെ കളക്ഷൻസൊക്കെ നോക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പെരുന്നാളായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി വലിച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് തന്നെ അങ്ങനെ പോന്നു. ഞാൻ പിന്നെ പള്ളിക്ക ബസാർ പോയിട്ടായിരുന്നു എനിക്ക് ചെരുപ്പും ഡ്രസ്സൊക്കെ നോക്കാനുണ്ടായിരുന്നു. അതൊക്കെ നോക്കിയിട്ട് അവിടെ നിന്നാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ പോരുന്ന വഴിയിൽ കരിപ്പൂരെത്തിയപ്പോൾ ലൈമും അതുപോലെ തന്നെ പക്കവടയൊക്കെ കഴിച്ചിട്ട് അങ്ങനെയായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് പള്ളിക്കൽ പോയി, അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.